നിന്റെ അനിയനില്ലേ പാച്ചു, അവൻ നിന്നെപ്പോലെ നേരുള്ളവനല്ല. കൈ വെട്ടാനോ കാല് വെട്ടാനോ കൊട്ടേഷനേറ്റാ. അത് ചെയ്തിട്ടിങ്ങി പോരണം. അല്ലാതെ അവൻ്റെ കെട്ടിയോളെയും മക്കളെയും കയറി പിടിക്കരുത്. ചാവണ്ട ജാതിയാടാ അവൻ. എന്നുവെച്ച് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവനെ തട്ടിയത് ഞാനല്ല. ആണെങ്കിലേ നിവർന്നു നിന്ന് പറയും ഈ രാഘവൻ. എനിക്കറിയാൻ രാഘവ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതാ. അവനെ കയറിയത് വെട്ടുമണിയാ. നീ നേര് കാണിക്കുമ്പോ ഞാനും നിന്നോട് നേര് കാണിക്കണം. ഇത് കേട്ട് കഴിയുമ്പോ നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കാം. എന്താടാ കാര്യം? രാഘവ, നിന്റെ അനിയത്തി കൊച്ചിനെ കൊല്ലാൻ നോക്കിയത് ഞാനാ. എന്റെ അനിയനെ കൊന്ന് നീയാണെന്ന് തെറ്റിദ്ധരിച്ച ഞാൻ കൊല്ലാൻ നോക്കിയത്. തല്ലിക്കോ, എത്ര വേണമെങ്കിലും നീ തല്ലിക്കോ. ചത്താലും തിരിച്ചു തല്ലില്ല. ഇവനാമേ നമ്മുടെ കൊച്ചിനെ കൊല്ലാൻ നോക്കിയത്. ഇവനെ കൊല്ലട്ടെ ഞാൻ. കൊല്ലണം. ഇത്രയ്ക്ക് വലിയ ദ്രോഹം ചെയ്തവൻ ജീവിച്ചിരിക്കരുത്. കൊല്ലണോടാ. ബാലമണി, രാഘവൻ ഇയാളെ തല്ലാൻ എന്താ അവകാശം? സ്വന്തം അനുജനെ നീയാണ് കൊന്നെന്ന് വിചാരിച്ചല്ലേ അപ്പു അത് ചെയ്തത്? എന്നെ പിടിച്ചോണ്ട് പോവാൻ ഈ അപ്പുവിനല്ലേ നീ ഏൽപ്പിച്ചത്? എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ നിന്നെ കൊല്ലില്ലായിരുന്നോ? നിനക്കും ഇയാൾക്കും ഒക്കെ കാശിന് വേണ്ടി ആരെ വേണമെങ്കിലും കൊല്ലാം. സ്വന്തം കുടുംബത്തെ തൊട്ടാൽ നിനക്കൊക്കെ നോവും അല്ലേ? ജീവിക്കാനുള്ള അവകാശം നിനക്കും ഇയാൾക്ക് മാത്രമൊന്നും അല്ല, എല്ലാവർക്കും ഉണ്ട്. നാഴികയ്ക്ക് 40 വട്ടം നീ പറയുമല്ലോ ഞാൻ നിന്റെ പെങ്ങളാണെന്ന്. അങ്ങനെയാണെങ്കിൽ വഴക്കുണ്ടാക്കാതെ രാഘവൻ അകത്ത് കയറിപ്പോ. രാഘവ, പോവാൻ. നിങ്ങളിത് കണ്ടോ? ഓടിച്ചാടി നടന്നിരുന്ന കൊച്ച ഇപ്പോ ഇവിടെ നടക്കുന്നത് പോലും ഇവൾ അറിയുന്നില്ല. മാപ്പ് തരണം. എനിക്ക് ഒരു പെൺകുട്ടിയാ. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ഇനിയില്ല, മരിച്ചാലും ഇനിയില്ല. എന്താ അനന്തു, മനസ്സിൽ എന്താണെങ്കിലും എന്നോട് പറയേ. അങ്ങനെ നിന്നോട് പറയാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല. ബിസിനസ്സിൽ അമ്മ ഇടപെട്ട് തുടങ്ങി. എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ എന്താ ചോദിച്ചത്? സ്ഥിരം കമ്പനിയുടെ ഓർഡർ നഷ്ടപ്പെട്ടത് അമ്മ അറിഞ്ഞു. അത് ഗിരീഷ് മേനോൻ പറഞ്ഞിട്ടുണ്ടാവും. ആയിരിക്കും. ആര് പറഞ്ഞിട്ടായാലും അമ്മ അറിഞ്ഞത് അപകടകരമായിട്ടാ. തെളിച്ചു പറ അനന്തു, അമ്മ എന്താ പറഞ്ഞത്? ഗാർമെന്റ്സും ഫിനാൻസും എൻ്റെ പേരിലല്ലേ. അതിൻ്റെ ഡോക്യുമെന്റ്സ് അമ്മയ്ക്ക് കാണണമെന്ന് പറയുന്നു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞു. അത് അപകടമാണ്. കയ്യിൽ കിട്ടിയതൊന്നും കൈവിട്ട് കളയരുത്. ഡോക്യുമെന്റ്സ് അമ്മയുടെ കയ്യിലെത്തിയ അമ്മ തിരിച്ചെഴുതി കൊടുക്കാൻ പറയും. കൊടുത്തില്ലെങ്കിൽ ഇത് മാത്രമേ നമുക്ക് കിട്ടൂ. ബാക്കിയുള്ള സ്വത്തുക്കളെല്ലാം അമ്മ മറ്റുള്ളവർക്ക് കൊടുക്കും. അതുകൊണ്ട് ഉടനെ എന്തെങ്കിലും ചെയ്യണം. അല്ല, നമ്മൾ ഇത്ര പെട്ടെന്ന് എന്ത് ചെയ്യാനാ കവിത? ഞാനൊരു കാര്യം പറയട്ടെ. അനന്തുവിന്റെ പേരിലുള്ളതെല്ലാം എന്റെ പേരിലേക്ക് വിൽപത്രം എഴുതി വെക്ക്. അത്
അമ്മയെന്നല്ല, ആരും അറിയരുത്. പഴയ ഡോക്യുമെന്റ്സ് അമ്മയുടെ കൈ കൊടുക്ക, ആരും അറിയില്ല. അങ്ങനെ ചെയ്യാം. അതാ നല്ലത് അല്ലേ? അതെ, അത് തന്നെയാ നല്ലത്. നിനക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് മൈഥിലി. തന്നെ ഇരുന്ന് ചിരിക്കുക, ഉറക്കത്തിൽ വെറുതെ പൊട്ടിച്ചിരിക്കുക, ഇതൊക്കെ സ്ഥിരം പതിവായിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, ഞാൻ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണോ? ഹോ, സന്തോഷം തരുന്ന ഭാര്യ ഒരു ഭാഗ്യമല്ലേ അരവിന്ദേട്ടാ? സന്തോഷം തരുന്നതൊക്കെ കൊള്ളാം, സ്ഥിരമായിട്ട് തന്നെ ഇരുന്ന് ചിരിക്കാതിരുന്നാ മതി. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തായാലും അഴകത്തെ ബിസിനസ്സൊക്കെ അനന്ത് നോക്കി നടത്തുന്നത് അമ്മയ്ക്ക് എതിർപ്പാ. എന്നാ പിന്നെ ഇതൊക്കെ എന്നെ ഏൽപ്പിച്ചാൽ എന്താ? എല്ലാം ഞാൻ നോക്കി നടത്തില്ലേ? നീയോ? അഴകത്തെ ബിസിനസ് മുഴുവൻ നീ നോക്കി നടത്താന്നോ? എന്റെ മൈഥിലി, നീ ചന്ദ്രനിൽ പോകുന്നു പറഞ്ഞാൽ പോലും ഞാൻ ഇത്രയ്ക്ക് ഞെട്ടത്തില്ല. അരവിന്ദേട്ടൻ എന്നെ കളിയാക്കിക്കോ. സത്യത്തില് അരവിന്ദേട്ടൻ അറിയില്ല എന്റെ കഴിവുകള്. അമ്മ ധൈര്യമായിട്ട് എല്ലാം എന്നെ ഒന്ന് ഏൽപ്പിച്ച് നോക്കട്ടെ, കാണിച്ചു തരാം എന്റെ കഴിവുകളൊക്കെ. ആദ്യം നീ കഴിവ് തെളിയിക്കേണ്ടത് അമ്മയുടെ അടുത്താ. അമ്മയെ ഒന്ന് സ്നേഹിച്ച് ആ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്ക്. അതേ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല. 18 അടവും പയറ്റി നോക്കി ഞാൻ, ഒരു രക്ഷയില്ല. ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അമ്മയ്ക്ക് എന്റെ സഹായം വേണ്ടി വരുന്ന എന്തെങ്കിലും ഒന്ന് നടക്കണം. അത് ഈ ജന്മത്ത് വേണ്ടി വരില്ല. നിന്റെ എന്നല്ല, ആരുടെ സഹായം അമ്മയ്ക്ക് ആവശ്യമില്ല. എന്നങ്ങനെ തീർത്ത് പറയല്ലേ അരവിന്ദേട്ടാ? ഒരു നിലം വീഴ്ച വീണാ പോരെ 6 മാസം കിടപ്പിലാവാൻ. മൈഥിലി, പറഞ്ഞു പറഞ്ഞ് നീ അമ്മയെ വീഴ്ത്തോ? ഏയ്, അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. വേണമെങ്കിൽ വീഴാല്ലോ എന്നാ ഞാൻ പറഞ്ഞു. കൊള്ളാം. ആര് വീഴുന്ന കാര്യാ ഇവള് പറയുന്നത്? അല്ലമ്മേ, ഞങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ. നേരെ അമ്മേ, അല്ലാതെ അമ്മ വീഴുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ അതും പറയും. വീണില്ലെങ്കിൽ വീഴിക്കും നീ. സോറി. അനന്തു, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമ്മുടെ ഓഫീസുകളിൽ? ഇല്ല. എന്താ അമ്മേ? ഹെഡ് ഓഫീസിലോ? ഇല്ല. എന്താ? അല്ല, ഞാൻ ഗിരീഷ് മേനോനെ വിളിച്ചിരുന്നു. അയാളെന്തോ പഴയതുപോലെ സംസാരിക്കുന്നില്ല. അയാൾ ശരിയല്ല. എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അയാളുടെ കയ്യില്. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ ചെക്ക് ചെയ്തു. പല കമ്പനികളുമായിട്ട് അയാൾക്ക് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. നിന്നോട് ആര് പറഞ്ഞു ചെക്ക് ചെയ്യാൻ? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓഫീസ് കാര്യങ്ങളിൽ നിന്റെ അഭിപ്രായവും സഹായവും ഒന്നും വേണ്ട. വീട്ടുകാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് പറയാം. ഞാൻ പറയുന്നത് സത്യ. അതമ്മയ്ക്ക് ബോധ്യപ്പെടും. നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം അയാളെ. നീ പറഞ്ഞാലൊന്നും അയാൾ അവിശ്വസിക്കില്ല ഞാൻ. അനന്തു, നാളെ നീ പോകുമ്പോ ഞാനും കൂടി വരിക ഓഫീസിലേക്ക്. അതെന്തിനാ അമ്മേ? സ്റ്റാഫുകൾക്കൊക്കെ എന്തോ അതൃപ്തി ഉള്ളതുപോലെ. ഞാൻ നേരിട്ട് സംസാരിക്കട്ടെ അവരോട്. നാളെ ഓഫീസിലേക്ക് വന്ന പ്രശ്നവും അവിടെ ഇരിക്കുന്ന പട്ടികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ തള്ളേനെ കൊല്ലാനാ എനിക്ക് തോന്നുന്നത്.
തൽക്കാലം അവർ ഈ കട്ടിലിൽ തന്നെ കിടപ്പിലായ ഞാൻ രക്ഷപ്പെട്ടു. എണ്ണ എങ്കിൽ എണ്ണ. ചിലപ്പോ തെന്നി വീണാലോ? നടുവെങ്ങാനും ഒടിഞ്ഞു കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഒടുക്കത്തെ വീഴ്ചയായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്റെ ഭഗവാനെ. ഉണ്ണിയേട്ടാ, ബാലാമണിക്കിപ്പോ മാസം 7 തികയാറായി. ഇനി അങ്ങോട്ട് ക്ഷീണവും തളർച്ചയൊക്കെ കൂടും. ഒരാളടുത്ത് വേണ്ടതാ. ഇവിടെയായിരുന്നെങ്കിൽ ഇപ്പൊ അടുത്തൊന്നും മാറില്ലായിരുന്നു ഞാൻ. അവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ അല്ലേ സുമംഗലേ? കുറവാന്നല്ല, തീരെ കുറവാ. ഇരിക്കാനും കിടക്കാനും തന്നെ സ്ഥലം കഷ്ടിയാ. പക്ഷേ അവിടെ ബാലാമണിക്ക് കിട്ടുന്ന ഒന്നുണ്ട്, വേണ്ടുവോളം സ്നേഹം. സുഖസൗകര്യങ്ങളെക്കാൾ വലുതല്ലേ ഉണ്ണിയേട്ടാ അത്? അവൾക്ക് മറ്റൊരു വീടെടുത്ത് കൊടുത്താലോ സുമംഗലേ? എല്ലാരും കൂടി മാറട്ടെ. ഒരിക്കലും നടക്കാത്ത കാര്യം അത്. കാർത്തൂനെ പോലെ അഭിമാനമുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ സൗജന്യത്തിലൊന്നും അവർ താമസിക്കില്ല. സൗജന്യത്തിനല്ലല്ലോ, നമ്മുടെ കുട്ടിക്ക് താമസിക്കാനുള്ള വീട്. അതിലവരും കൂടി താമസിക്കുന്നു. അത്രയും വിചാരിച്ചാ പോരെ? മതി. എന്നാലും തൽക്കാലം ആ തുരുത്തിന്ന് ബാലാമണി പുറത്തു വരുന്നത് നല്ലതല്ല. അത് പ്രത്യേകം പറഞ്ഞു അവര്. പ്രസവം കഴിയുന്നതുവരെ ഒരു കാരണവശാലും അവള് ജീവിച്ചിരിപ്പുണ്ടെന്നറിയരുത്. രണ്ടു 3 മാസം കൂടിയല്ലേ ഉള്ളൂ. കുഞ്ഞ് ജനിച്ചോട്ടെ, അതിനെ സുരക്ഷിതമായിട്ട് ഈ കൈകളിലേക്കൊന്ന് കിട്ടിക്കോട്ടെ. ഇവിടെ ഈ അഴകത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കും ഞാൻ. തുറന്നിടാറില്ലല്ലോ, പിന്നെ എന്ത് പറ്റി? ഇതിനകത്തൊക്കെ ലക്ഷക്കണക്കിന് രൂപ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അമ്മയുടെ കയ്യിൽ കണക്കില്ലാത്ത കാശുണ്ടാവും. ഇതാരാ ബാത്റൂം തുറന്നിട്ടിരിക്കുന്നത്? ബാത്റൂമിന്റെ വാതിൽ തുറന്നിട്ട് അപ്പടി നെഗറ്റീവ് എനർജിയാ. ഈ അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടെങ്കിൽ എന്നോട് ചോദിക്കണ്ടേ? കഷ്ടം. പറഞ്ഞിട്ട് കാര്യമില്ല. എന്താടി നിനക്ക് എന്റെ മുറിയിൽ കാര്യം? അല്ല, എന്തിനാ എന്റെ മുറിയിൽ കയറിയതാ? ഈ ബാത്റൂമിന്റെയോ? മുറിക്കകത്ത് കയറിയത് എന്തിനാന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ വെറുതെ. അല്ല, ഇനിയിപ്പോ കേറിയെന്ന് വെച്ചെന്താ? എന്തിന്? എന്റെ മുറിയിൽ ആരും കയറുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല. അങ്ങനെയാണെങ്കിലേ വാതിൽക്കൽ എഴുതി വെക്കണം, അന്യർക്ക് പ്രവേശനം ഇല്ലാന്ന്. നിനക്കൊരു റൂമില്ലേ? ഉണ്ട്. അതിനകത്ത് ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ഇല്ലേ? ഇവിടെ എല്ലാ റൂമും അറ്റാച്ച്ഡ് അല്ലേ? അതിനകത്ത് ക്ലോസറ്റും ഷവറും ഗീസറും ഒക്കെ വർക്കിംഗ് തന്നെയല്ലേ? അതെ. പിന്നെന്തിനാ കാര്യങ്ങളൊക്കെ സാധിക്കാൻ നീ എന്റെ മുറിയിലേക്ക് കയറി വരുന്നത്? അയ്യേ, ഞാൻ അതിനൊന്നും വന്നതല്ല. പിന്നെന്താടി നിനക്ക് എന്റെ മുറിയിൽ കാര്യം? ഒളിച്ചും പാത്തും നടന്നിങ്ങനെ കള്ളത്തരങ്ങൾ കാണിക്കാതെ ഇറങ്ങിപ്പോടി. പോവാൻ. ഞാൻ പൊക്കോളാം. ദൈവമേ,
എന്റെ ഒരു കഷ്ടകാലം. ഞാൻ ചെയ്യുന്ന എല്ലാം കുറ്റം. കൊണ്ടാലടങ്ങാൻ. എന്താ എന്താ എടുത്തി? എന്താ എന്തൊരു കരച്ചിൽ കേട്ട? അറിയില്ല. എന്താ? ആരാ കരഞ്ഞത്? അയ്യോ, അമ്മയുടെ മുറിയെന്നാന്ന് തോന്നുന്നു. അമ്മേ, അയ്യോ അമ്മേ, അമ്മേ, അയ്യോ ഇതെവിടെയാ? അയ്യോ ആനന്ദേട്ടാ, ദേ അമ്മ. അമ്മേ, അമ്മേ, അയ്യോ അമ്മേ, 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 എന്തു പറ്റിയാവോ? അയ്യോ ദേ ഇവിടെ മുഴുവൻ എണ്ണയാ. അയ്യോ, നേരാണല്ലോ. അമ്മേ, 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 അമ്മേ പതുക്കെ. വെള്ളം അല്ല, വേണ്ട, ഞാൻ എടുത്തോണ്ട് വരാം. അമ്മേ, മെല്ലെ. ഒന്ന് മാറി. അമ്മേ, 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 എന്താ അമ്മേ? എന്താ പറ്റി? ഒന്ന് വീണു. അമ്മയുടെ തലയിടിച്ചോ? ഇടിച്ചു കാണും, അതാ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയത്. ആനന്ദേ, എന്റെ കൈക്ക് രണ്ടിനും ഭയങ്കര വേദന. ഞാൻ കൈകുത്തിയ വീണത്. അയ്യോ, ശ്ശോ, വിളിച്ചിട്ട് എഴുന്നേക്കാതായപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ കരുതി മരിച്ചു പോയി കാണുമെന്ന്. കുളിമുറി നിറച്ചു എണ്ണയാ. ആരോ മനഃപൂർവ്വം എടുത്ത് ഒഴിച്ചതുപോലെ. ഇവളെന്റെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ശ്ശോ, അമ്മേ, ഞാനാണോ? ഞാനൊന്നും അല്ല, സത്യമായിട്ട് ഞാനല്ല. ആനന്ദ, ഞാനല്ല കേട്ടോ. ആ മതി, ഇനി അതും ഇതും പറഞ്ഞു നിൽക്കാതെ അമ്മ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. വേദനയുണ്ടോ അമ്മേ? കൈക്ക് ശരിക്കും എന്തോ പറ്റിയിട്ടുണ്ട്. തൊടല്ലേ? അയ്യോ, അമ്മേ, സൂക്ഷിച്ചിറങ്ങണേ. തൊടല്ലേന്ന്. ഞാൻ ആ ഡോറ് തുറക്കട്ടെ. തൊടല്ലേ. നീ അങ്ങോട്ടാ? ഞാൻ അമ്മയുടെ കൂടെ. എന്തിന്? ചാവൂന്നറിയാനോ? വേണ്ട, ആരും വരണ്ട. എന്നാ ഞാൻ വരാമേ. അയ്യോ, പിടിക്കില്ലേ. എനിക്കാരും കൂട്ട് വേണ്ട. ഞാൻ അമ്മയെ തൊടുവൊന്നുമില്ല, വെറുതെ ഫ്രണ്ടിൽ ഇരുന്നോളാം. വേണ്ടാന്ന് നിന്നോടാ പറഞ്ഞത്. മാറി നിക്ക. ആനന്ദേ, ഡോറടിക്ക്. ഡോറെങ്കിലും ഞാൻ അടച്ചോളാം. ഞാൻ അടയ്ക്കും. സൂക്ഷിച്ചു കൊണ്ടുപോണേ. ടാറ്റ. ശ്ശോ. സത്യം പറയടി, നീയല്ലേ അമ്മയെ വീഴ്ചത്? ആണെങ്കി ആണെങ്കിൽ നിന്നെ ശരിയാക്കാം ഞാൻ. എന്നാ പിന്നെ ആക്ക്. നീ എന്നെ ശരിയാക്കി താ. എല്ലാവരും എന്നെയല്ലേ സംശയിക്കുന്നത്? അതെ, നീ തന്നെ ആണല്ലോ.
ബാത്റൂമിൽ എണ്ണ എടുത്തൊഴിച്ചത് അമ്മയെ നടുവും തല്ലി വീഴ്ച് കിടപ്പിലാക്കാൻ. ദേ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ നിന്റെ നാവ് പുഴുത്തു പോവും. പിന്നെ പുഴുക്കും. നീ ചെയ്ത കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. അയ്യോ ഞാനല്ല അല്ല എന്റെ കഷ്ടകാലത്തിനാ ഞാൻ ആ കുളിമുറിയുടെ വാതിലടയ്ക്കാൻ വേണ്ടി പോയത്. നീ എന്ത് പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കില്ല. നോക്കിക്കോ, ഞാൻ അമ്മയുടെ അടുത്ത് ഗുരുവായൂരപ്പനെ വിളിച്ച് സത്യം ചെയ്യും. കള്ളസത്യം അല്ല, നഗ്ന സത്യം. ഒന്ന് പോടി. വേണമെങ്കിൽ നിന്റെ പേരിൽ കേസെടുക്കാം. അമ്മയെ കൊല്ലാൻ നോക്കിയതിന്. കൊലപാതക ശ്രമോ? പോലീസിനെ വിളിച്ച് പറയട്ടെ. 100ലേക്ക് ഒറ്റ വിളി, നീ അകത്തായി പോവും. എന്നാ ഞാൻ നിന്നെ കൊല്ലും. പിന്നെ ഞാനെന്താ ഉറുമ്പാണോ? നീ അങ്ങ് തിരുമ്മി കൊല്ലാൻ. പോലീസിനെ വിളിക്കണോ? ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട. കവിതേ. ഹലോ, പോലീസ് സ്റ്റേഷൻ. അയ്യോ പതുക്കെ. അമ്മേ,